നമസ്കാരം. കൊച്ചിയിലെ എറണാകുളത്തെ വെള്ളക്കെട്ടും CPM തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. അവിടെ ഓടകളിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നു, വെള്ളത്തിന് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് പ്രധാനമായും വെള്ളം കെട്ടി നിൽക്കുന്നത്. ഒഴുകി പോകാൻ കഴിയാതെ വരുമ്പോൾ അത് സമീപ പ്രദേശങ്ങൾക്ക് കയറുന്നു, അതുപോലെ റോഡിലേക്ക് കയറുന്നു, ആകെ പ്രശ്നമാകുന്നു, ഗതാഗത തടസ്സം ഉണ്ടാകുന്നു, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. പ്രധാന പ്രശ്നം മാലിന്യമാണ്. അപ്പോൾ ഈ മാലിന്യം ഉണ്ടാക്കുന്നത് CPM ആണോ? അതെ, മാലിന്യം ഉണ്ടാക്കുന്നത് CPM അല്ല. പക്ഷെ മാലിന്യം ഇങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും കുമിഞ്ഞു കൂടി കിടക്കാൻ കാരണം CPM ആണ്. ഞാൻ അതിന്റെ കാരണം ഒന്ന് പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ ഒരു പ്ലാന്റ് ഉദ്ഘാടനം നടന്നു. പ്ലാന്റ് ഉദ്ഘാടനം കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം നഗരസഭ നടത്തിയ പ്രസ് മീറ്റിൽ അവർ അഭിമാനത്തോടെ പറഞ്ഞു, കൊടുങ്ങല്ലൂരിൽ ഇപ്പോൾ മാലിന്യമില്ല എന്ന്. കൊടുങ്ങല്ലൂരിലെ ഏറ്റവും കൂടുതൽ മാലിന്യമുള്ള സമയം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണി ദിവസമാണ്. ആ ദിവസങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കുമിഞ്ഞുകൂടും. എന്നാൽ ഈ മാലിന്യങ്ങളെല്ലാം കൊടുങ്ങല്ലൂരിലെ ചാപ്പറ പ്ലാന്റിൽ എത്തിച്ചാൽ, ഈ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റ് എത്തിച്ചാൽ, ആ മാലിന്യം എവിടെയും കൂട്ടിയിടുന്നില്ല. അതായത് ഈ പ്ലാന്റിൽ മാലിന്യങ്ങൾ കൂട്ടിയിടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ വരുന്ന മാലിന്യങ്ങൾ ഏകദേശം 1-2 മണിക്കൂറിനുള്ളിൽ സംസ്കരിച്ച് തീരും. അതായത് തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ മാലിന്യങ്ങളും ചാപ്പാറ പ്ലാന്റിൽ എത്തിച്ചു കഴിഞ്ഞാലും ഒരു 4-5 മണിക്കൂർ കൊണ്ട് പ്രോസസ് ചെയ്ത് തീരും. അത്ര മാലിന്യങ്ങൾ മാത്രമേ ഒരു ജില്ലയിൽ ഉണ്ടാകുന്നുള്ളൂ, ദിവസം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തും ഇതുപോലെ കുറച്ച് പ്ലാന്റുകൾ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ മാലിന്യ പ്രശ്നമേ ഉണ്ടാകില്ല. കേരളം എന്ന് പറയുന്നത് പൂർണ്ണമായും മാലിന്യമുക്തമാകും എന്ന് മാത്രമല്ല, എവിടെയും മാലിന്യം കൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, വലിയ തോതിൽ വരുമാനവുമാകും. അത് പ്ലാസ്റ്റിക് അടക്കമുള്ള മുഴുവൻ മാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ആ സംവിധാനത്തെ പൂട്ടിക്കളഞ്ഞത് CPM ആണ്. എന്തിനു വേണ്ടി? ഞാൻ ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി മഞ്ഞളാംകുടി അലിയുടെ വീട്ടിൽ ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിച്ചതാണ്. സർ, കൊടുങ്ങല്ലൂരിൽ ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റ് ഇപ്പോൾ CPMന്റെ DYFIയുടെയൊക്കെ സമരം കൊണ്ട് അത് പൂട്ടിക്കിടക്കുകയാണ്. സാർ, ആ പ്ലാന്റിലൊന്ന് പോകണം. ആ പ്ലാന്റിലൊന്ന് പോയി ആ പ്ലാന്റിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കണം. അവിടെ ഈച്ചയോ കൊതുകോ മണമോ പൊടിയോ ഒച്ചയോ ബഹളമോ ഒന്നുമില്ലാതെ ആ പരിസരത്തുള്ള ആൾക്കാർ അങ്ങനെ ഒരു പ്ലാന്റ് അവിടെ ഉണ്ട് എന്ന് പോലും അറിയാത്ത വിധമാണ് അവിടെ താമസിക്കുന്നത്. ആ പ്ലാന്റ് വരുന്നതിന് മുമ്പ് സമീപത്തെ സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു, ഭക്ഷണം കഴിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ ഇത് വന്നതിന് ശേഷം ആ പ്രദേശത്തൊന്നും ഈച്ചയില്ല. കാരണം ഈച്ചകൾ മുഴുവൻ ഈ പ്ലാന്റിലേക്ക് വരും. ഈ പ്ലാന്റിലെ പ്രോസസ്സിൽ ആ ഈച്ച മുഴുവൻ നശിച്ചു പോവുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ അതിമനോഹരമായ ഒരു പ്രദേശമായി അവിടെ മാറി. മാലിന്യങ്ങളില്ലാത്ത ഒരു പ്രദേശം, ദുർഗന്ധമില്ലാത്ത ഒരു പ്രദേശം. ഈ ദുർഗന്ധമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവരുന്നത് അതിരാവിലെയാണ്. 6 മണിക്ക് മുമ്പ് അത് പ്ലാന്റിൽ എത്തിക്കും. ഒരു 10-15 അല്ലെങ്കിൽ ഓരോ മണിക്കൂർ കൊണ്ട് അത് പ്രോസസ്സ് കഴിയും. പിന്നീട് എവിടെയും മണമില്ല, ഒന്നുമില്ല. അതായത് അങ്ങനെ ഒരു പ്ലാന്റ് അവിടെ പ്രവർത്തിക്കുന്നുവെന്ന് ആർക്കും അറിയില്ല. അത്രയും മനോഹരമായ സുന്ദരമായ ഒരു പ്ലാന്റ്. ഏത് ജനവാസ മേഖലയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ആ പ്ലാന്റ് KB ജോയ് എന്ന കൊടുങ്ങല്ലൂരുകാരനാണ് സ്ഥാപിച്ചത്. എന്നാൽ ഇവിടെ ശുചിത്വ മിഷനും CPMനും കോഴ കൊടുത്തില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് പൂട്ടിച്ചത്. അങ്ങനെ പൂട്ടിക്കിടക്കുമ്പോൾ ആണ് ഞാൻ മഞ്ഞളാംകുടി അലിയെ പോയി കാണുന്നത്. കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ, താങ്കൾ ആ പ്ലാന്റിൽ ഒരു ദിവസം ഒന്ന് പോകണം, എന്നിട്ട് താങ്കൾ തീരുമാനിക്കണം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അത് മണമുണ്ട്, അവിടെ ബഹളമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് അദ്ദേഹം തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു. CPMന്റെ ഒക്കെ ഒരു രീതിയാണത്. അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അവരുടെ അജണ്ട നേരത്തെ തന്നെ. എന്നാൽ 2 വർഷത്തിന് ശേഷം അതേ പ്ലാന്റിൽ അദ്ദേഹം പോയി. എന്തിനാണെന്നറിയാമോ? അവിടെ ഈ സമരം നടത്തുമ്പോൾ ആ സമരത്തിന് ഒത്തുതീർപ്പ് എന്ന നിലയിൽ സംസാരിക്കാൻ വേണ്ടി DYFI സമരം നടത്തുന്നു. അതിൽ ഒത്തുതീർപ്പ് എന്ന നിലയിൽ അദ്ദേഹം അവിടെ ചെല്ലുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം, ഇതേ മഞ്ഞളാംകുടി അലി സാഹിബ് നേരെ ആ പ്ലാന്റിലെത്തി, ചാപ്പാറ പ്ലാന്റിലെത്തി. എന്തിനാണെന്നറിയോ? അവിടെ DYFI സമരം നടത്തുന്നുണ്ട് ഈ പ്ലാന്റ് പൂട്ടാൻ വേണ്ടിയിട്ട്. പ്ലാന്റ് പൂട്ടുന്നത് എന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. അവർ പറയുന്നത് സമീപത്തെ കിണറുകളിലേക്ക് വെള്ളം ഊർന്നിറങ്ങുന്നു എന്നാണ്. എന്നാൽ ഈ പ്ലാന്റിൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് ഒഴുകി പോകില്ല, അത് ഉള്ളിലേക്ക് ആർന്നിറങ്ങില്ല. കഠിനമായ കോൺക്രീറ്റ് ആണ്. ഒരു കാരണവശാലും വെള്ളം പോയില്ല. മാത്രമല്ല, പുറത്തേക്ക് ഒഴുക്കി വിടാനുള്ള വെള്ളം അവിടെ ഇല്ല. ആവശ്യത്തിന് വെള്ളം അതിലേക്ക് എടുക്കും എന്നല്ലാതെ പുറത്തേക്ക് ഒഴുകാൻ ഒരു നിവൃത്തിയുമില്ല. പുറം ഭാഗത്തു നിന്ന് വെള്ളം ഉള്ളിലേക്ക് ഒഴുകുന്ന വിധത്തിലാണ് പ്ലാന്റ് ക്രമീകരിച്ചിട്ടുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം ഭൂമിക്ക് ആഴ്ന്നു പോവുകയോ പുറത്തേക്ക് ഒഴുകുകയോ ചെയ്യില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവർ പ്ലാന്റ് പൊട്ടിച്ചത്. അതിന്റെ കാരണം പിന്നീട് പറയാം. അപ്പോൾ ഈ പ്ലാന്റിൽ ഈ മഞ്ഞളാംകുടി അലി എന്ന് പറയുന്ന അന്നത്തെ മന്ത്രി അവിടെ പ്ലാന്റ് സന്ദർശിച്ചപ്പോൾ അവിടെ മാലിന്യ പ്രശ്നമാണ്, സകല പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സമരം നടത്തി മറ്റുള്ളവർ.
അങ്ങനെ ആ പ്ലാന്റ് എന്നേക്കുമായി പൂട്ടി. എന്നിട്ട് വീണ്ടും അവിടെ ഒരു മഹാസമ്മേളനം വെച്ചു. ആ സമ്മേളനത്തിൽ കേരളം മുഴുവൻ തുമ്പൂർ മൊഴി എന്ന് പറയുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതി, അതായത് ഒരു ചെറിയ ഒരു സ്ക്വയർ ഉണ്ടാക്കി ആ സ്ക്വയറിൽ ചത്ത പട്ടിയടക്കം സകലതിനെയും സകല അങ്ങാടിയിലും അടുക്കി വെക്കുന്ന ഒരു പദ്ധതി അവർ നടപ്പിലാക്കാൻ ഒരു ബിന്നിന് 10,000 രൂപ നിരക്കിൽ ഏകദേശം 1 കോടി ബിന്നാണ് ആദ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അറിയാമല്ലോ, 1 കോടി ഇൻറ്റു 10,000 അത്രയായിരുന്നു ബഡ്ജറ്റ്. അതനുസരിച്ചിട്ടായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൽ പ്രസംഗിക്കാൻ, ആ പ്ലാനിനെ കുറിച്ച് സംസാരിക്കാൻ ഉള്ളവരെയും കൂടി അവർ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയി സംസാരിച്ചു. 3,500 രൂപയ്ക്ക് ആ പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതോടുകൂടി ആ പദ്ധതി ചീറ്റി. അതായത് ഒരു ബിന്നിന് 6,500 രൂപ അഴിമതിയായിരുന്നു. മൊത്തം 1 കോടി ആവുമ്പോൾ 6,500 കോടി രൂപയുടെ അഴിമതി അന്ന് തടഞ്ഞു. അതായത് അതായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങിയതാണ് ഈ അഴിമതി എന്ന് പറയുന്നത്, ഈ കൂട്ടുകച്ചവടം. ഈ പണം എല്ലാവർക്കും കൂടി ചേർന്നിട്ടാണ്. കാരണം കൊടുങ്ങല്ലൂർ നടന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർവകക്ഷി സമ്മേളനമാണ്. അതിൽ CPM പങ്കെടുത്തിട്ടുണ്ട്. അതായത് ഒരു ഗവൺമെന്റിന്റെ പദ്ധതി നടപ്പിലാക്കുന്നു. ആ പദ്ധതി എത്രത്തോളം പണം മുടക്കാൻ പറ്റൂ അത്ര പണം അവർ മുടക്കുന്നതായി കാണിക്കുന്നു. അതിൽ വലിയ ഒരു കമ്മീഷൻ അവർ അടിച്ചു മാറ്റുന്നു. അത് എല്ലാത്തിലും കണ്ടു. നമ്മൾ കൊറോണയുടെ PP കിറ്റിലടക്കം നമ്മളത് കണ്ടു. ആ ഒരു അഴിമതി എന്ന് പറയുന്നത് AI ക്യാമറയിൽ കണ്ടു. അങ്ങനെ പലതിലും നമ്മൾ കണ്ടു. പുറത്ത് വിപണിയിൽ മറ്റുള്ളവർക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടിയോ അതിലിരട്ടിയോ വിലയ്ക്കാണ് സർക്കാർ അത് വാങ്ങുന്നത്. ബാക്കിയൊക്കെ അഴിമതിയാണ്. അവർ പണം അടിച്ചു മാറ്റുന്നതാണ്. ഇവിടെയും തുമ്പൂർ മൊഴി എന്ന ഒരു പദ്ധതി നടപ്പിലാക്കി 6,500 കോടി അടിച്ചു മാറ്റാൻ വേണ്ടി ചാപ്പാറയിലെ ആ പദ്ധതി KB ജോയി നടത്തിയ വിജയകരമായ ആ പദ്ധതി CPM ഇടപെട്ട് പൂട്ടിക്കുകയായിരുന്നു. അതോടുകൂടി കേരളത്തിലെ മാലിന്യ പ്രശ്നത്തിന് വീണ്ടും വലിയ വിഷയമായി. ഇപ്പോൾ കൊടുങ്ങല്ലൂരിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്, എല്ലാവർക്കും അറിയാതെ. അതായത് ആ പദ്ധതി കേരളം മുഴുവൻ നടപ്പിലാക്കിയിരുന്നെങ്കിൽ, ഓരോ ജില്ലയ്ക്ക് ഓരോ പ്ലാന്റെങ്കിലും സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ മാലിന്യ പ്രശ്നം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, എവിടെയും വെള്ളക്കെട്ടുണ്ടാവില്ല. മാലിന്യം സംസ്കരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആൾക്കാർ ഓടയിലേക്ക് തള്ളുന്നത്. അത് നഗരസഭ സ്വീകരിച്ചുകൊണ്ട് ഈ പ്ലാന്റിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നഗരസഭയ്ക്ക് ഒരു വരുമാനവുമായി. അത് മാത്രമല്ല, ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അവരുടെ വേസ്റ്റ് കൃത്യമായി കളയാനുള്ള ഒരു സൗകര്യമായി. ആരും ഓടയിലിടൂല. ഒരു പ്ലാസ്റ്റിക്കിന്റെ കടലാസ് പോലും ഓടയിലിടൂല. അപ്പൊ അത് തടഞ്ഞത് ഈ CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ DYFI പോലുള്ള അവരുടെ പോഷക സംഘടനകളാണ്. അതുകൊണ്ടാണ് എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, കൊച്ചിയിലെ എറണാകുളത്തെ വെള്ളക്കെട്ടിന് അടക്കം കേരളത്തിലെ മുഴുവൻ വെള്ളക്കെട്ടുകൾക്കും പ്രധാന കാരണം CPM ആണ് എന്ന്. വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ് ഇത്തരം പദ്ധതികൾ. ഈ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല ഈ ജോയിയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നത്, മറ്റു പല ഭാഗത്തും ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ തന്നെ പൂട്ടി. കൊടുങ്ങല്ലൂരിൽ ഒരു പ്ലാന്റ് മാത്രം എന്തോ നഗരസഭയുടെ താല്പര്യാർത്ഥം അത് മര്യാദയ്ക്ക് നടന്നു വന്നു. പക്ഷേ അവസാനം CPMന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർക്കും അത് നിർത്തേണ്ടി വന്നു. അത് ശുചിത്വ മിഷന് അതിൽ പങ്കുണ്ട്. ശുചിത്വ മിഷൻ പറയുന്നത് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് വലിയ പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത് എന്നാണ്. എന്നാൽ അവിടെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇപ്പോഴും മനസ്സിലാവും ആ പ്ലാന്റ് ഇപ്പോഴും അവിടെ ഉണ്ട്, പ്രവർത്തിക്കുന്നില്ല എന്നേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവിടെ ഒരു തുള്ളി വെള്ളം ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ഭൂമിയിലേക്ക് ആഴ്ന്നു പോവുകയോ പുറത്തേക്ക് ഒഴുകുകയോ ചെയ്യുന്നില്ല എന്നും 100% സുരക്ഷിതമായി 100% സക്സസ് ആയി പ്രവർത്തിക്കുന്ന ആ പ്ലാന്റ് പൂട്ടിയത് CPMന്റെ നെറികെട്ട കൊള്ളയുടെ ഭാഗമായിട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പോയി കണ്ടാൽ മതി. ചാപ്പാറയിൽ, കൊടുങ്ങല്ലൂർ ചാപ്പാറ. അപ്പോൾ ഇന്നത്തെ കൊച്ചിയിലെ ഏറ്റവും പ്രധാന പ്രശ്നം എന്താണ്? ഓടകൾ അടഞ്ഞു, വെള്ളം കരയിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ വെള്ളം ഓടയിലൂടെ സുഗമമായി പോകുന്നില്ല. അപ്പോൾ അങ്ങനെ പോകാത്തത് വേസ്റ്റ് നിറഞ്ഞിട്ടാണ്. ജനം ഈ വേസ്റ്റ് അവിടെ കൊണ്ടിടും. അവർക്ക് സംസ്കരിക്കാൻ പദ്ധതികൾ വേണം, അവർക്ക് സംസ്കരിക്കാൻ പ്ലാന്റുകൾ വേണം. എല്ലാം ഉറവിട സംസ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ സംസ്കരിച്ചോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് ചെയ്യും? ഫ്ളാറ്റുകളിൽ, വില്ലകളിൽ താമസിക്കുന്നവർ, കൂട്ടം ചേർന്ന് താമസിക്കുന്നവർ, അവർ ഈ മാലിന്യങ്ങൾ, ഭക്ഷണ മാലിന്യങ്ങൾ മറ്റും എവിടെ കൊണ്ടിടും? ഒരു സൗകര്യം വേണ്ടേ? ആ സൗകര്യമാണ് കൊടുങ്ങല്ലൂരിൽ ഉണ്ടായിരുന്നത്, ചാപ്പാറയിൽ ഉണ്ടായിരുന്നത്. പഴയ വീഡിയോ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനത് തപ്പി ഇവിടെ ഇടുന്നില്ല. കാണണമെന്നുള്ളവർക്ക് കൊടുങ്ങല്ലൂർ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് തിരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും. ഒന്ന് കണ്ടു നോക്കുക. വളരെ അന്തസ്സോടുകൂടി CPMന്റെ ഭരണസമിതി ഇരുന്ന് പറയുന്നുണ്ട്, ഇന്ന് കൊടുങ്ങല്ലൂരിൽ മാലിന്യമില്ല, യാതൊരു വിഷയവും ഇല്ല എന്ന്. ആ പദ്ധതി കേരളം മുഴുവൻ നടപ്പിലാക്കുന്നതിന് പകരം അതവിടെ പൂട്ടിക്കെട്ടിയിട്ട് തുമ്പൂർ മൊഴി എന്ന പദ്ധതി 6,500 കോടി രൂപ ഇടതും വലതും കൂടി അന്ന്, എന്ന് പറഞ്ഞാൽ 8-10 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്, അന്ന് രണ്ടുപേരും കൂടി അത് അടിച്ചു മാറ്റാനുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് കൊച്ചി മുങ്ങുന്നത്. അന്ന് ആ പ്ലാന്റ് പൂട്ടാൻ മുന്നിൽ നിന്നത് CPM ആണ്, DYFI ആണ്. അതുകൊണ്ടാണ് ഇത്രയധികം വെള്ളപ്രശ്നങ്ങളും വെള്ളക്കെട്ടുകളും കേരളത്തിൽ ഉണ്ടാകുന്നത്.